ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ആമിസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ലേക്കിലേക്കാണ്. അതും ദുബായിലെ ഒരു മനോഹരമായ ലേക്കാണ്. അതിൻ്റെ പേര് ലവ് ലേക്ക് എന്നാണ്. അപ്പോൾ അത് അൽഖുദ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 60 കിലോമീറ്റർ ദൂരം ഉണ്ടാവും അതിന്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും നോക്കാം നമുക്ക്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 8 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയേ. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഞങ്ങളിങ്ങനെ സൈക്കിളൊക്കെ ഓടിക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് വലിയൊരു ലോങ് ട്രാക്ക് വാലിയൊക്കെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു ദിവസം സൈക്കിളൊക്കെ ഓടിക്കുന്ന ഒരു വ്ളോഗായിട്ട് നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഈ വഴിയൊക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടിലൊരു ഫീലാണ്. ഇപ്രാവശ്യം നമുക്ക് നാട്ടിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നാട്ടിൽ പോയ ഒരുപോലെ ഒരു ഫീലിംഗ് ഉണ്ട്. നല്ല രസമായിരുന്നു ഇങ്ങനെ പോകാനൊക്കെ. ഇങ്ങനെ തന്നെ ആയിരുന്നു ലവ് ലേക്കിൻ്റെ എൻട്രൻസ് വരെ ഞങ്ങൾ ഇങ്ങനെ തന്നെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നാട്ടിലത്തെ ആ ഫീലുമായിട്ട് തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നും ഏകദേശം ഇതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുന്നു, എന്നാൽ അറിയില്ല. ആ ലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ആ ഫീൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ലവ് ലേക്കിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. നമ്മളിങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് അവസാനം ഒരു പാർക്കിംഗ് കിട്ടി. എന്നിട്ട് ഞങ്ങളിനിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ 3 പേരും. അപ്പോൾ ഇനി ഈ എൻട്രൻസിൻ്റെ അടുത്ത് വാഷ്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അകത്ത് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ മുന്നേ ഒരു പ്രാവശ്യം പോയപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ എൻട്രൻസിലുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും എക്സൈറ്റഡാ, എല്ലാവരും എക്സൈറ്റഡാ. അപ്പോൾ എങ്ങനെ ആവുമെന്ന് അറിയില്ല. ഇത് കണ്ടോ, തടി വെച്ചിട്ടൊക്കെ ഗേറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പോൾ ദുബായിൽ അങ്ങനെ കാണാറേ ഇല്ല. ഞാൻ ആ ഷേപ്പും തടി ഇങ്ങനെ വുഡൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ, എന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു. ഇത് നോക്കി എന്ത് ഭംഗിയിലാണ് അവരിത് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. നല്ല രസമായിരുന്നു അതിൻ്റെ അടുത്ത് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇത് അവിടെ ലവ് ലേക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ മരത്തിൻ്റെ മുകളിലൊരു വുഡ് പീസിൽ. ഞങ്ങളെല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ പോലെ എന്തായിരിക്കും അകത്ത്, എന്തൊക്കെ വ്യൂ പോയിൻറ്റ്സും അതൊക്കെ ഉണ്ടാവും നോക്കാൻ പോയിട്ട് പോവാം. പിന്നെ ഇവിടെ കണ്ടോ പുല്ലും മരങ്ങളും, നാട്ടിൽ തന്നെ ഫീലാണ് ഇതൊക്കെ കാണുമ്പോൾ. അങ്ങനെ തന്നെ ആണ്. ഈ വഴിയൊക്കെ കാണുമ്പോൾ നമുക്ക് പണ്ട് അമ്മയുടെ വീട്ടിലൊക്കെ പോകുന്ന ആ വഴി പോലെ തോന്നുന്നുണ്ട്. ഞാനും അമ്മമ്മയുടെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അല്ല, ഇപ്പോൾ റോഡ്സൊക്കെ ഉണ്ട്. എന്നാലും പണ്ട് ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഒക്കെ ആ സമയത്തൊക്കെ അങ്ങനെ എന്നപ്പോൾ ഞാൻ കുറച്ച് വയസ്സ് എനിക്ക് കുറവായിരുന്നപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ റോഡ്സ് വന്നതുകൊണ്ട് ആ ഫീലൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ നാട്ടിന് മിസ് ചെയ്യുന്നൊരു രീതിയൊന്നുമില്ല. ഞങ്ങൾ ഈ ഫ്ലവേഴ്സൊക്കെ കണ്ടോ, നല്ല പേർപ്പിൾ ഫ്ലവേഴ്സാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വേറൊരു വഴിയും കൂടെ ഉണ്ട്. പക്ഷേ പിന്നെ അച്ഛൻ പറഞ്ഞു ഈ വഴി കൂടെ പോകുമ്പോൾ നല്ല ഫീൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം രാവിലെ പോയതാണെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ അവിടെ ആൾക്കാർ കുറവായിരുന്നു. ഞങ്ങൾ പിന്നെ ഞങ്ങൾ വേറൊരു ഫാമിലിയായിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഫാമിലിയൊക്കെ ആകുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടും അങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ ഒരു ബേബിയും കൂടി ഉണ്ട്. അപ്പോൾ അവൻ്റെ കളികളൊക്കെ കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടിങ്ങനെ നല്ല സന്തോഷത്തോടെ ഞങ്ങളിങ്ങനെ പോവുക. ഇവിടെ നിന്നൊക്കെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് വ്യൂസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ബേബി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ആണെങ്കിൽ സിന്തറ്റിക് ട്രാക്ക് ആയത്. അപ്പോൾ പിന്നെ റബ്ബർ പോലെ ആയതുകൊണ്ട് സ്ലിപ്പേഴ്സൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് വേറൊരു മറ്റേ പുലിയിലൊക്കെ നടക്കുന്ന ഫീലൊന്നും ഉണ്ടാവില്ല. ഇത് നോക്കി കുറേ മീനുകൾ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡിലേ കൂടി ഇങ്ങനെ വരികയായിരുന്നു. പല നിറത്തിലുള്ള മീനിനെ കണ്ടു. നല്ല രസമായിരുന്നു. വലിയ വലിയ മീനുകളുണ്ടായിരുന്നു. അതിങ്ങനെ വരിയായിട്ട് അതിൻ്റെ സൈഡിൽ കൂടി പോകുമായിരുന്നു. ഞങ്ങളിങ്ങനെ സ്കൂളിലൊക്കെ അസംബ്ലിക്കൊക്കെ പോകാറില്ലേ, അങ്ങനെയായിരുന്നു. ഞങ്ങളങ്ങനെ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്.
പിന്നെ ഞങ്ങൾ ട്രാക്കിലൂടെ ഞങ്ങളുടെ പാരൻസൊക്കെ പറഞ്ഞു അങ്ങനെ പോകണമെന്ന്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് പിന്നെ ഈ ലേക്കിൻ്റെ സൈഡിലൂടെ അങ്ങനെ ഗ്രാസിലൊക്കെ പോകാൻ അത് വെറ്റായിരുന്നു. എന്നാലും അതിലൂടെ ഒക്കെ നടക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിലൂടെ നടന്നു. പിന്നെ ആ പ്ലസൻറ്റ് ക്ലൈമറ്റും പിന്നെ ലേക്കിൻ്റെ ബ്യൂട്ടിയും അങ്ങനെ അതൊക്കെ നല്ല ഫീലൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ നിന്നു. പിന്നെ ഇനി ആ വ്യൂ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വ്യൂസൊക്കെ ഉണ്ടായിരുന്നു അവിടെ, നേരത്തെ കണ്ടില്ലേ. അപ്പോൾ അതുപോലെ ആ വ്യൂസിൽ അവിടെ പോകണമെന്നുണ്ട്. കുറച്ച് ഹൈറ്റിൽ അത് കണ്ടേ. അപ്പോൾ അതവിടെ പോകണമെന്നുണ്ട്. ഇനി അത് അവിടേക്ക് പോകുമെന്ന് തോന്നുന്നു. ഈ ട്രാക്ക് ഒരു 2.2 കിലോമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ബ്രദേഴ്സിന് അവർക്കാണെങ്കിൽ കുറേ മാസം ഇങ്ങനെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അവർക്കിപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവർ. അപ്പം ഇങ്ങനെ ഇവിടെ റോപ്പൊക്കെ കണ്ടില്ല. അപ്പോൾ ആ റോപ്പൊക്കെ കണ്ടപ്പോൾ അവർ അതിൽ ഹാങ്ങായി കളിക്കുന്നു, പിന്നെ ഓടിക്കളിക്കുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ എൻജോയ് ചെയ്യായിരുന്നു. എന്താണ്ട് എവിടെയോ ഓടി പോവുക. പിന്നെ ആ ട്രാക്ക് ഉണ്ടല്ലോ നേരത്തെ കണ്ടേ, അവിടെ നിന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഈ വെള്ളത്തിൽ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് നല്ലൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നല്ല വ്യൂസും അവിടെ നിന്നായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ആ ചെറിയ ചൂടും പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് ആ തണുത്ത വെള്ളത്തിൽ പോകുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലൂടെ നടക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇങ്ങനെ കുറച്ച് ഉയരം ഇങ്ങനെ എന്തോ 2-3 സ്ഥലം അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ ആഴം കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലേക്ക് കണ്ടാൽ നാച്ചുറൽ ആണെന്നേ തോന്നുന്നു. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ മാൻമെയ്ഡാണെന്ന് വിശ്വസിക്കാനേ പറ്റില്ല. എനിക്കിപ്പോഴും പറ്റുന്നില്ല. രണ്ട് മൂന്ന് സ്ഥലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ ഒരു സ്ഥലത്തിലൊന്നും നിർത്തിയില്ല. എല്ലാ സ്ഥലത്തിലൂടെയും കയറി ഇറങ്ങി കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. എല്ലാ സ്ഥലത്തും മീനുണ്ട്. ഇങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴും ആ മീനൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഈ ഞങ്ങളുടെ ബേബി ഏറ്റവും എക്സൈറ്റഡ് ആയിരുന്നു. അവന് വെള്ളം കണ്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണമെന്നേ തോന്നില്ല. ഞങ്ങൾക്കും അങ്ങനെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ലാസ്റ്റ് ഡാൻസൊക്കെ കളിച്ചു, പാട്ട് പാടി, അവിടെ ഇങ്ങനെ കളിച്ചൊക്കെ നിന്നു. ഇനിയിപ്പോൾ വേറെ വ്യൂ പോയിൻറ്റ്സിലൂടെ പോകണം എന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങാണ്. പിന്നെ ഞങ്ങൾ ആ ഹൈറ്റിൽ ഞങ്ങൾ നേരത്തെ വ്യൂ കണ്ടില്ല. അപ്പോൾ അത് കാണാൻ പോയപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഇവിടെ റോക്സൊക്കെ വെച്ചിരിക്കും. ഞങ്ങൾ സാധാരണ ഇപ്പോൾ സ്റ്റെപ്സിലൂടെയല്ല പോവുക, ഇവിടെ റോക്സാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ 2-3 പ്രാവശ്യം കയറി ഇറങ്ങിയൊക്കെ കളിച്ചു. നല്ല രസമാണ്. റോക്സ് ആയതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ കയറിയിട്ടില്ല. അപ്പോൾ റോക്സ് ഒന്നും ഇവിടെ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ, സ്റ്റെപ്സ് അല്ലേ കൂടുതൽ. അപ്പോൾ നല്ല രസമായിരുന്നു. കുറേ നേരം കളിച്ചപ്പോൾ ഞങ്ങളുടെ പാരൻസ് പറഞ്ഞു ഞങ്ങൾക്ക് എന്നാൽ പിന്നെ ആ ഹൈറ്റിലേക്ക് പോകാം, അവിടെ എന്താ ഉള്ളതെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ഹൈറ്റിൽ വ്യൂ ഒക്കെ കാണാൻ പോയി. എന്താ ഉണ്ടാവുകയെന്നറിയില്ല, നോക്കാം. അവിടെ ഇത് കണ്ടോ, ഇവിടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, UAE ഫ്ലാഗ് ഉണ്ട്. പിന്നെ ഈ മെറ്റൽ സർക്കിളുണ്ട്, അതൊരു മിററാന്ന് തോന്നുന്നു. ഞങ്ങളുടെ റിഫ്ലക്ഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലൊരു സാധനമാണ്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. പിന്നെ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ കയറിയപ്പോൾ എന്തായാലും കയറിയതല്ലേ, അപ്പോൾ പിന്നെ ഞങ്ങൾ ഓടിയൊക്കെ കളിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കളിക്കാൻ ഇനിയും ഞങ്ങൾക്ക് കളിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും വ്യൂസ് ഉണ്ടോ നോക്കാം നമുക്ക്.
ഇത് നോക്കി, ഇത് ഇവിടെ നിന്ന് കാണുമ്പോൾ ശരിക്കും ഇതിന് ചുറ്റും ലേക്കാണ്. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ചുറ്റും നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്, നല്ല ഫുള്ള് ലേക്കാണ് അവിടെ കാണുന്നത്. നമുക്ക് ചുറ്റും ലേക്കാണ്. നല്ല രസമായിരുന്നു അവിടെ നിന്നിട്ട് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് നോക്കിയൊക്കെ നിന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഇങ്ങനെ ചൂടൊന്നും അവിടെ അത്ര ഇല്ലായിരുന്നു. ഇപ്പോൾ തണുപ്പൊക്കെ വരുന്നില്ല, അപ്പോൾ ചൂടിൻ്റെ അത്രയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ സമയം പോകുന്ന അറിഞ്ഞേ ഇല്ല. ഇനിയിപ്പോൾ എത്ര മണിയായെന്നേ അറിയില്ല, നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി വ്യൂസ് ഉണ്ടോയെന്ന് തോന്നുന്നു. ഞങ്ങൾ വരുമ്പോൾ കാണാത്ത വ്യൂസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അത് അവിടെ തിരിച്ച് വരുമ്പോൾ കണ്ടേ ഞങ്ങളിത്. ഇങ്ങനെ ഈ പുല്ലൊക്കെ ഞാൻ നാട്ടിലാണ് കണ്ടിരിക്കുന്നത്, ഇവിടെ കാണാറേ ഇല്ല. അപ്പോൾ ഇതിലാണെങ്കിൽ ഒരു പീസ് ഓഫ് ലാൻഡിൽ ഈ പുല്ല് മാത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോകാൻ സ്ഥലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ, ഞങ്ങളിങ്ങനെ നീക്കി പോകാറില്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു ഇവിടെയും. നാട്ടിൽ തന്നെ പോകുന്ന ഞങ്ങളിങ്ങനെ മിസ് ചെയ്യാത്തൊരു ടൈമായിരുന്നു അത്. അതിലൂടെ ഇങ്ങനെ നടന്നൊക്കെ പോയി. ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്നേ ഇല്ല, എന്നാലും പിന്നെ ഞങ്ങളിങ്ങനെ പോവുകയാണ് ഇനി. അപ്പോൾ ഈ ലവ് ലേക്കിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഇവിടെ പോയി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.